ഇറാനിലേക്ക് മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ചുട്ട് ചാമ്പലാക്കാൻ പാകത്തിനുള്ള ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഇപ്പോൾ കത്തി അമരുകയാണ്. എണ്ണക്കരി നിറഞ്ഞിരിക്കുകയാണ് ഇറാനിൽ. അതേപോലെ തന്നെ എണ്ണപ്പാടത്തിന് തീ ഇടാൻ ഇടയായ സാഹചര്യം, ഈ ഒരു സാഹചര്യത്തെ വലിയ രീതിയിലുള്ള അമ്പരപ്പോടു കൂടിയാണ് US വരവേറ്റത്. കാരണം ഇതോടുകൂടി തന്നെ ഇപ്പോൾ US-ഉം ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത അവിടെ ഉടലെടുക്കുന്നതായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഇവിടെ നടത്തിയത് എന്നതായിരുന്നു US-ന്റെ ചോദ്യം. ഇറാൻ ആകട്ടെ കോടിക്കണക്കിന് ബാരൽ അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണയും ഇറാനിലും ടെഹ്റാനിലും കത്തിക്കുകയാണ് ചെയ്തത്. പകലും വലിയ രീതിയിൽ ഇവിടെ എണ്ണപ്പുകയും കരിയും മൂടിക്കൊണ്ട് ടെഹ്റാനിൽ സൂര്യവെളിച്ചം കുറഞ്ഞിരിക്കുന്നതായും എണ്ണപ്പാടത്തിന് തീയിട്ടത് അത് വേണ്ടിയിരുന്നില്ല എന്നതാണ് അമേരിക്ക ഇസ്രായേലിനോടായി തന്നെ പറഞ്ഞത്. മിസൈൽ വിക്ഷേപണങ്ങൾക്ക് ഇന്ധനം നൽകാൻ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നും അതിലാണ് നശിപ്പിച്ചതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇറാനെ അവിടെ തകർത്തത് ആക്രമണങ്ങൾ US പ്രതീക്ഷിച്ചതിലും വളരെ അപ്പുറമായിരുന്നു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദത്തിലേക്ക് തള്ളി വീണെങ്കിൽ പോലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ കഴിഞ്ഞ ദിവസങ്ങൾ പോലും അനുനയം തുടരുകയാണ് ചെയ്തത്. അതായത് അയൽ രാജ്യങ്ങൾ ഇറാന്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ് എന്നും എന്നാൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് അയൽ രാജ്യങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല തമ്മിലടിച്ചുകൊണ്ട് ഇത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പെസൻഷ്കിൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിക്രമത്തിനും അനീതിക്കും കണ്ണടക്കുന്നതിനപ്പുറം തന്നെ അത് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ പോലും തലകുനിക്കില്ല എന്നതായിരുന്നു ഇറാന്റെ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഗൾഫ് രാജ്യങ്ങളോട് നടത്തിയ മാപ്പപേക്ഷയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇറാനിൽ യാഥാസ്ഥിതിക പക്ഷം കടുത്ത വിമർശനം ഉയർന്നു വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ സൈന്യം പിന്നീട് പ്രസിഡന്റിനെ അവിടെ തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത് മാത്രമല്ല, ടെഹ്റാനിലെ 30ഓളം എണ്ണ സംഭരണശാലകൾക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് മുൻപേ തന്നെ ഇസ്രായേൽ സൈന്യം അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ഇത്ര വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എണ്ണ സംഭരണശാലകൾ കത്തി അമരുന്നത് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായേക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഭരണകൂടത്തിന് അനുകൂലമായ ഒരു പൊതുവികാരം രാജ്യത്തുണ്ടാകുമെന്നും ഇവിടെ അമേരിക്ക ഭയപ്പെടുന്നതായും വ്യക്തമാക്കുകയാണ്. ഇനിയൊരു നല്ല ആശയം, ഇതൊരു നല്ല ആശയമാണ് എന്ന് ഞങ്ങൾക്ക് കരുതാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. തങ്ങളുടെ എണ്ണ സൗകര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത് തുടർന്നാൽ മേഖലയിലെ ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന് പോലും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക വിപണിയിൽ എണ്ണവില ബാരലിന് $200, അതായത് ഏകദേശം 18,461 രൂപ വരെ ഉയർത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവിടെ വലിയ രീതിയിൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അമേരിക്ക ഇസ്രായേൽ കപ്പലുകളുടെ ഗതാഗതം ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ സൈനിക യൂണിറ്റുകൾക്ക് ഇന്ധനം നൽകുന്ന കേന്ദ്രങ്ങളാണ് തങ്ങൾ തകർത്തതെന്നതായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന ഇവിടെ വ്യക്തമാക്കിയത്. എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായുള്ള ഇന്ധന സംഭരണശാലകൾ കൂടി തകർക്കാനാണ് ഇത്തരത്തിൽ തകർത്തതിനെയാണ് അമേരിക്ക കൂടുതലായി തന്നെ ചൊടിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പ്രശ്നമായി തന്നെ മാറിയത്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ നിലവിൽ ആക്രമിച്ചിട്ടില്ല എന്നും കത്തിയെരിയുന്ന സംഭരണശാലകളുടെ ദൃശ്യങ്ങൾ വിപണിയെ കൂടുതൽ അസ്ഥിരതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ളതായി തന്നെ പറയപ്പെടുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.